നമസ്കാരം, ഞാൻ അൻസിബ ഹസൻ. IFFK 2025 വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് IFFKയിൽ വരുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു വരണം എന്നുള്ളത്. ഇന്ന് വരാൻ പറ്റി, ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സിനിമകൾ കാണാനുള്ളൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കാണാം ഏതൊക്കെ സിനിമകളാണ് കാണേണ്ടതെന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള സിനിമകൾ കാണാം, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം. അതിപ്പോൾ ആക്ടിങ് വൈസ് ആണെന്നുണ്ടെങ്കിലും ടെക്നിക്കലി ആണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും, കാരണം പല രാജ്യങ്ങളിൽ നിന്നുള്ള പല മികച്ച സിനിമകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ സിനിമകളെ ഒരുപാട് സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഒരു കൂട്ടം ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് വരികയാണ്. ഇപ്പോൾ 12 മുതൽ 19 വരെ ഇവിടെ നിൽക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അവരൊക്കെ അപ്പോൾ എല്ലാവർക്കും ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടൊന്നുമല്ല വന്ന് നിൽക്കുന്നത്. അവരതിനു വേണ്ടി ഒരു കൺട്രോൾ ചെയ്ത് അതിനു വേണ്ടി പൈസ സ്വരുക്കൂട്ടി വന്ന കുറേ പേരൊക്കെ ഉണ്ട്. അതൊക്കെയെന്ന് വെച്ചാൽ സിനിമയോടുള്ളൊരു ഇഷ്ടമാണ്. ആ ഇഷ്ടം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കട്ടെ. അത് പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നടത്തുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും ആരാണോ അപകടം നേരിട്ടത്, അപകടം നേരിട്ട ആൾക്കൊപ്പം തന്നെ ആയിരിക്കുമല്ലോ നമ്മളെല്ലാവരും. അപ്പം ഞാൻ ആ വാക്ക് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. കാരണം അത് പറയാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഞാനത് പറയാൻ തന്നെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അതൊരു വലിയ ട്രോമയാണ്. ആ ഒരു വാക്ക് പറയാനും അല്ലെങ്കിൽ സിനിമകളിൽ അങ്ങനെയുള്ള വിഷ്വൽസ് കാണാനും ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കത് ഈവൻ ന്യൂസ് ചാനലിൽ പോലും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിനോടൊരു വിയോജിപ്പുണ്ട്. കാരണം അവരുടെ സഹോദരിക്കോ അമ്മയ്ക്കോ മകൾക്കോ ആയിരുന്നെങ്കിൽ ഇന്ന കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഭയങ്കര വൃത്തികേടാണ്, സഹിക്കാൻ പറ്റില്ല. ഞാൻ അത് കാരണം മാത്രം ന്യൂസ് ചാനൽ കാണാതെ ഇരുന്നിട്ടുണ്ട്. കാരണം ന്യൂസിൽ പറയുന്നത് കൃത്യമായിട്ടുള്ള ന്യൂസ് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം എന്തിനെങ്കിലും റിപ്പീറ്റ് അടിച്ച് പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇത് വിഷ്വലൈസ് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്തിനാ അങ്ങനെ ഇട്ട് കൊടുക്കണ ഒരു സ്ത്രീയെ? ഭയങ്കര ബോറാണ് ചെയ്തത്. ദൃശ്യത്തിൽ പക്ഷെ ഒരു ആ പെൺകുട്ടി ഒരു ക്രൈം ചെയ്തു പോയി. അങ്ങനൊരു കാര്യമുണ്ട്. പിന്നെ എപ്പോഴും മാതാപിതാക്കൾ പ്രൊട്ടക്റ്റീവ് ആയിരിക്കുമല്ലോ, മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും മാതാപിതാക്കൾ കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള മാതാപിതാക്കളെ കിട്ടുന്നതും ഭാഗ്യമാണ്. പക്ഷേ ക്രൈം ഈസ് എ ക്രൈം. എന്താ